അത്രയേറെ കേസുകൾ ആ ക്ലിനിക്കിൽ ദിവസവും വരിക. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അല്ല ഡോക്ടറെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരമ്മാനും വാപ്പാനും ഞാൻ നോക്കണോന്ന്. മരുമക്കളെ സംശയ, മൂപ്പര് ഉമ്മാനെയും വാപ്പാനെയും മരുമോള് നോക്കണോന്ന്. ഒരു സംശയമില്ല, നോക്കണം. അതന്നെയാണ് ദീനിന്റെ വിധി, നോക്കണം. ആ ഉമ്മാനെയും വാപ്പാനെയും നോക്കേണ്ടത് നമ്മളല്ലാണ്ട് പിന്നെ ആരാ? എങ്ങനെയാ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് തുടങ്ങുകയാണ് മൂന്ന് പേരെ ഒരു ബിസിനസ് തുടങ്ങുക. ബിസിനസ് തുടങ്ങുമ്പോൾ ഓലെ കയ്യിൽ ഒന്നുമില്ല, സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഓലൊരു ബിസിനസ് തുടങ്ങുക. കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ അധ്വാനിച്ച് ഈ ബിസിനസ് ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് അത്യാവശ്യമൊക്കെ ഫ്ലറിഷായി. 15, 20, 25 വർഷം ആയപ്പോഴത്തേന് ബിസിനസ് നന്നായിട്ട് ഫ്ലറിഷായി. കുറേ ഔട്ട്ലെറ്റുകളൊക്കെ ഉള്ള വലിയ ബിസിനസ്സായി. 25 വർഷം കഴിഞ്ഞപ്പോ ബിസിനസ്സിലേക്ക് ഒരാളെയും കൂടെ കൂട്ടി. കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉള്ള, കുറച്ചും കൂടെ പൈസ ഉള്ള ഒരാളെയും കൂടെ ബിസിനസ്സിലേക്ക് കൂട്ടി. ഈ 4ാമത്തെ ആള് വന്നപ്പോഴേ അയാള് കുറെ പൈസയൊക്കെ കൊണ്ട് വന്നിട്ട് ആ ബിസിനസ്സിലുള്ള ആദ്യത്തെ ഒരാളോട് പറയാണ്, ആദ്യം കൂട്ടിയ 2 ആൾക്കാരില്ലേ, ഓലെ നമുക്കിവിടെ തട്ടിയാലോ? ബിസിനസ്സിലെ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ് ചെയ്ത 2 പേരില്ലേ, ആ 2 പേരെ നമുക്കങ്ങ് ഒഴിവാക്കിയിട്ട് ബിസിനസ്സിന് നമ്മൾ 2 ആളും ഒറ്റക്കായാലോ എന്ന് ചോദിച്ചാ എങ്ങനെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ? ബിസിനസ് ആയതുകൊണ്ട് ആണുങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാല്ലേ. അത് നീതിയാണോ? അതിൽ നീതി ഉണ്ടോ? അത് പറഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയം, ആ മനുഷ്യന്റെ മെന്റാലിറ്റി എത്ര നീചമാണോ അത്ര നീചമാണ് പുതിയാപ്പളുടെ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ നോക്കണോ എന്ന് ചോദിക്കണ പെണ്ണിന്റെ മനസ്സും. അത്ര നീചമാണ് പ്രിയപ്പെട്ടവരെ. ഈ മകനെ, ഭർത്താവിനെ ചോര നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു പ്രായമാക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട്